ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഞാനിവിടെ സൂപ്പറായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ആദ്യത്തെ രുദ്രൂറ്റി ഇന്റർനാഷണൽ ട്രിപ്പാണ്. നമ്മള് എന്താ പറയാ, എല്ലാ വർഷവും പോകുന്ന പോലെ ഈ പ്രാവശ്യം ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് മലേഷ്യയാണ്. അപ്പോൾ മലേഷ്യൻ കാഴ്ചകൾ കാണാം, അതുപോലെ തന്നെ നമ്മളിവിടുന്ന് പോകുന്ന ഒരു ജേണി കാണാം. അപ്പം നമ്മുടെ കൂടെ വരും, റുഡൂര് കൂടെ വരും അല്ലേ റുഡു? ഓക്കെ, പോകുന്നത് എയർപോർട്ടിലേക്ക്, നേരിട്ട് എയർപോർട്ടിലേക്കല്ല കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് തൃശ്ശൂർ എൻ്റെ വീട്ടിലാണ്. അവിടെ പോയി നമ്മളൊന്ന് ഫ്രഷപ്പൊക്കെ ആയി ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അത് കാരണമാണ് ഞങ്ങൾ ഇതാ നോർമൽ ഡ്രസ്സിൽ അവിടെ പോയാൽ നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് നല്ല കുട്ടപ്പനായി പോകാനുള്ളൂ അല്ലേ. അങ്ങനത്തെ രാവിലത്തെ ഹറിബറിയും എല്ലാം കഴിഞ്ഞ് അപ്പൂൻ്റെ ഫൈനൽ കോളിന് ശേഷം ഞങ്ങൾ അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് ഏകദേശം ഒരു 5:36 ആകുമ്പോഴത്തേക്കും ഞങ്ങളിതാ എയർപോർട്ടിലേക്ക് പോവുകയാണ്. കുറേ കാലത്തിൻ്റെ ശേഷമുള്ള ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. രുദ്രുവിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എങ്ങനെ രുദ്രു ഫ്ലൈറ്റിനോട് അഡ്ജസ്റ്റ് ആവും എന്നുള്ളൊരു ചെറിയ ടെൻഷനുണ്ട്. ഫൈനലി ദാ ഞങ്ങൾ കൊച്ചിൻ എയർപോർട്ടിൽ എത്തി. ഞങ്ങൾക്ക് 12:48 കേട്ടോ ഫ്ലൈറ്റ്. അത് കാരണം കൊണ്ട് തന്നെ ഒരു 3 hours ഏർലി ആയിട്ട് തന്നെ നമ്മൾ എയർപോർട്ടിൽ റീച്ച് ആയിരുന്നു. ഈ തുള്ളിച്ചാടി പോകുന്നതൊക്കെ ഷട്ടർ ഇട്ട പോലെ നിന്നു കേട്ടോ. എയർ ഏഷ്യക്കാരുടെ സ്ഥിരം പരിപാടി ഫ്ലൈറ്റ് ഡിലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫ്ലൈറ്റ് ക്യാൻസലായി, നാളെ രാവിലെ 4 മണിക്കുള്ള ഫ്ലൈറ്റിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. കുറേ നേരത്തെ അടിപിടിയും പ്രശ്നങ്ങളും എല്ലാത്തിനും ശേഷം അവർ നമുക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റിൽ 2 സീറ്റ് തന്നു കേട്ടോ. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം, ഞാൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. എനിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ഫുഡൊക്കെ തന്ന് അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് അത് ഒട്ടും നല്ല എക്സ്പീരിയൻസ് ആയി തോന്നിയില്ല. ഏകദേശം ഒരു 4 hour ജേർണി ഉണ്ട് മലേഷ്യക്ക്. നമ്മൾ കോലാലംബർ എയർപോർട്ടിലാണ് ഇറങ്ങുന്നത്. 12:45 ഫ്ലൈറ്റ് ക്യാൻസൽ ആയതിന് ശേഷം നമുക്ക് തന്നത് 1:45 നെക്സ്റ്റ് ഫ്ലൈറ്റ് ആണ് കേട്ടോ. ഓൺ ബോർഡിങ്ങും ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ കയറുമ്പോഴത്തേക്കും 2 മണിയായി. ഞാൻ രുദ്രുവിൻ്റെ കാര്യത്തിലായിരുന്നു വളരെ ടെൻഷൻ അടിച്ചിരുന്നത്. പക്ഷെ രുദ്രു ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. ത്രൂ ഔട്ട് ദ ജേർണി അവിടെ റീച്ച് ആവുന്നത് വരെ രുദ്രു ഭയങ്കര അഡ്ജസ്റ്റ് ആയിരുന്നു. അവിടെ എത്തുമ്പോഴത്തേക്കും ആള് എയർ ഹോസ്റ്റസൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് കമ്പനിയായി. ഓൾമോസ്റ്റ് ഒരു 9 o'clock ആകുമ്പോഴത്തേക്കും ഞങ്ങൾ കോലാലംപൂർ റീച്ചായി. അടിപൊളിയായിട്ടുള്ള എയർപോർട്ടാണ് കേട്ടോ, ഭയങ്കര വലിയ എയർപോർട്ടാണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ കറൻസിയൊക്കെ ചേഞ്ച് ചെയ്യാം. ബട്ട് ലൈക്ക് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കറൻസിയൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഇവിടെ വന്നതും ഞങ്ങൾക്ക് കാണാൻ പറ്റിയ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ്സാണ്. അങ്ങനെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നത് ഒരു തമിഴ് സ്പീക്കിംഗ് ചേട്ടനാണ് കേട്ടോ. ത്രൂ ഔട്ട് ദിസ് ജേർണി ആളായിരിക്കും നമ്മളെ അക്കമ്പനി ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചും കൂടിയും റിലാക്സ്ഡ് ആയി. നമുക്ക് കുറച്ചും കൂടിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാത്തിനും ഈസി ആയി തോന്നി. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് പുത്രജയയാണ്. ഇവിടെ നമുക്ക് ഒരു അടിപൊളി മോസ്കും പിന്നെ പ്രൈം മിനിസ്റ്റർ ഹൗസാണ് കേട്ടോ നമുക്കിവിടെ കാണാനുള്ളത്. ഇതാ കാണുന്നതാണ് നമ്മുടെ മോസ്ക്. സോ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഒരു റെസ്ട്രിക്ഷൻ ഇല്ല കേട്ടോ. മോസ്കിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ ആർക്ക് വേണമെങ്കിലും വരാം. ടൂറിസ്റ്റിന് ഒട്ടും റെസ്ട്രിക്ഷൻ ചെയ്യാത്ത ഒരു കൺട്രി ആയിട്ട് എനിക്ക് മലേഷ്യനെ തോന്നി. നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ തന്നെ പുത്രജയയിലേക്ക് വന്നത് കാരണം കൊണ്ട് തന്നെ എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ ഫ്രഷപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. തലേദിവസം ഉണ്ടായിരുന്ന ആ ഒരു ബാഡ് എക്സ്പീരിയൻസ് എല്ലാം എനിക്ക് ഈ മോസ്കിൽ വന്നപ്പോൾ എന്താ പറയുക, ഒരു നല്ല ഒരു റിഫ്രഷിങ് ഫീലാണ് കേട്ടോ ഉണ്ടായത്. ഇതാണ് പ്രൈം മിനിസ്റ്റർ ഹൗസ്. ആക്ച്വലി മലേഷ്യ ഒരു കിങ് റൂളിങ് കൺട്രി ആണെങ്കിലും ഇവിടുത്തെ ഡിസിഷൻസൊക്കെ എടുക്കുന്നത് പ്രൈം മിനിസ്റ്ററും കിങ്ങും ഒരുമിച്ച് ചേർന്നിട്ടാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 40 മിനിറ്റിൻ്റെ ജേർണി ഉണ്ട് കേട്ടോ ഹോട്ടലിലേക്ക്. നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ എബീസ ആണ്. അവിടെയാണ് നമ്മൾ 4 days സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മളിതാ ഹോട്ടലിലെത്തി കേട്ടോ. ഇത് എൻ്റെ 2ാമത്തെ മലേഷ്യൻ ട്രിപ്പാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി മലേഷ്യ വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പം എനിക്ക് മനസ്സിലായത് എല്ലാ റൂമുകളും നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും, പക്ഷേ സൈസ് ഓഫ് ദ റൂം എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് സൈസ് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. വളരെ വലിയ റൂം ഇവിടെ ഭയങ്കര കുറവാണ്. ഞങ്ങൾ നൈറ്റ് ഇന്ന് പോകുന്നത് ബുക്കിംഗ് ബിൻതാങ്ങിലേക്കാണ്. ബുക്കിംഗ് ബിൻതാങ് എന്ന് പറയുന്ന ഒരു ഫുഡ് സ്ട്രീറ്റ് ആണ് കേട്ടോ. നമുക്ക് വെറൈറ്റി ടൈപ്പ് ഓഫ് ഫുഡ് ഇവിടെ കിട്ടും. തായ്, മലായ്, പിന്നെ നമുക്ക് ചൈനീസ് എല്ലാം നമുക്ക് ഇവിടുന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊരു വലിയ ഫുഡ് സ്ട്രീറ്റ് ആണ്. ഞാൻ ആദ്യം തന്നെ നോക്കിയിരുന്നത് മാംഗോ സ്റ്റിക്കി റൈസാണ്. വിചാരിച്ച് തീർന്നില്ല, നമ്മുടെ മുന്നിൽ മണിയടിച്ച് ആൾ നമ്മളെ വിളിക്കുകയാണ് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടുന്ന് നമ്മൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വാങ്ങിയ കേട്ടോ. പറയാൻ വാക്കുകളില്ല, അടിപൊളിയായിരുന്നു. ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു അടിപൊളിയായിരുന്നു. അതിൽ നമുക്ക് കോക്കനട്ട് മിൽക്കും ഒക്കെ തന്നിരുന്നു. എനിക്കിഷ്ടമായത് മാംഗോവും സ്റ്റിക്കി റൈസും കൂടി ഒരുമിച്ച് കഴിക്കാനായിരുന്നു. ലാസ്റ്റ് ടൈം തായ്ലാൻഡ് പോയിരുന്നപ്പോൾ നമ്മൾ ദുറിയൻ ഫ്രൂട്ട് കഴിക്കാൻ മിസ്സായി കേട്ടോ. പക്ഷേ ഇത്തവണ ഞങ്ങളത് ടേസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത്രയും അൺസഹിക്കബിൾ ആയിരുന്നു കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. ഇവിടെ പല വെറൈറ്റി സാധനങ്ങളും കിട്ടും കേട്ടോ. തവള, പാറ്റ, നീരാളി കൊച്ച്, അങ്ങനെ പലതും കിട്ടും. എനിക്ക് കണ്ടതിൽ ഒരു രസമായി തോന്നിയ സാധനമാണ് കേട്ടോ ഈ കാണുന്ന സാധനം. ഇവിടെ കോഴിയുടെ കാല് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതും പിന്നെ കോഴിയുടെ പല ബോഡി പാർട്സും ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ ഈ ഒക്ടോപ്പസ്, ഇത് ഞങ്ങൾ തായ്ലൻഡ് കണ്ടിരുന്നെങ്കിലും ഈ ഒരു വിധത്തിൽ ഞാൻ ഇവിടെ നിന്നാണ് കാണുന്നത്. ഇന്നത്തെ ഫുഡ് ഞങ്ങളൊരു ചിക്കൻ വിങ്സിലും പാർസലായിട്ട് ഫ്രൈഡ് റൈസിലാണ് കേട്ടോ ഒതുക്കിയത്. അപ്പോൾ നാളെ നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോകുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ കൂടെ വരൂ. അണ്ടിൽ ദെൻ ബൈ ഫ്രം ശ്രുതി.